So next topic, moment distribution method. Moment distribution method നമുക്ക് ആദ്യം കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം ആണ് ക്യാരി ഓവർ മൊമെൻറ്റ്. ക്യാരി ഓവർ മൊമെൻറ്റ് ഡെഫിനിഷൻ പറയുന്നത് when a moment is applied at one end of a member allowing rotation at the of that end and fixing the far end, some moment develop at the far end also. This moment is called carry over moment. ഞാൻ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഞാൻ എം എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് എയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ എയിൽ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ പോർഷൻ എന്ത് ചെയ്യും, ഒരു റൊട്ടേഷൻ പോസിബിൾ ആണ്. പക്ഷേ എന്ത് ചെയ്തു, എം ഡാഷ് എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് ബിയിൽ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യുന്നു. അതാണ് ക്യാരി ഓവർ മൊമെൻറ്റ് എന്ന് പറയുന്നത്. In the beam AB, M is the moment applied at end A, allowing rotation of A, and M dash is the moment developed at B. Then M dash is the carry over moment. So next term ആണ് carry over factor. Carry over factor പറയുമ്പോൾ the ratio of carry over moment to the applied moment is called carry over factor. The ratio of carry over moment to the applied moment is known as carry over factor. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയ എക്സാമ്പിളിൽ തന്നെ എഴുതാം. എം ഡാഷ് എം എന്ന് പറഞ്ഞ മൊമെൻ്റ് ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തത്. എം ഡാഷ് എന്ന് പറഞ്ഞ മൊമെൻ്റ് ആണ് അത് ഡെവലപ്പ് ചെയ്തത് ക്യാരി ഓവർ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് ക്യാരി ഓവർ മൊമെൻറ്റ് ടു ദ അപ്ലൈഡ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എം ഡാഷ് ഡിവൈഡഡ് ബൈ എം ആണ് ക്യാരി ഓവർ ഫാക്ടർ. ഈ നെക്സ്റ്റ് ടേം ആണ് സ്റ്റിഫ്നെസ് ഓഫ് എ മെമ്പർ. ഡെഫിനിഷൻ ഓർത്തിരിക്കുക, മൊമെൻറ്റ് റിക്വയർഡ് ടു റൊട്ടേറ്റ് ആൻ എൻഡ് by unit angle എന്ന് പറയുമ്പോൾ 1 radian. When the rotation is permitted at that end is called stiffness of the beam. അപ്പോൾ ഡെഫിനിഷൻ ഒന്നുകൂടി പറയുകയാണ്, moment required to rotate an end by unit angle when rotation is permitted at that end is called stiffness of the beam. If theta A is the rotation at the end A, stiffness of the beam AB is equal to m divided by theta A. m എന്ന് പറഞ്ഞാൽ moment required to rotate at an end by unit angle. ഇനി തീറ്റ എ ആണ് നമ്മൾ പറയുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ പഠിക്കണം, അത് നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ്. സ്റ്റിഫ്നെസ് K is equal to 4EI divided by L. പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, K is equal to 3E divided by L. ഇതിനകത്ത് ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, ഐ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, എൽ ലെങ്ത് ഓഫ് ദ ബീം. ഇനി ഇതിനകത്ത് ഫാർ എൻഡ് ഫിക്സഡ് എന്ന് പറയാൻ കാര്യം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ബീംസിനാണ് നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 സ്പാൻ കണ്ടിന്യൂസ് ബീമാണ്, 2 സ്പാൻ കണ്ടിന്യൂസ് ബീം. ഇതിൽ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ജോയിൻ്റ് ഉള്ളത്. ബി എന്ന് കൊടുക്കാം, ഇത് എ, ഇത് സി. അപ്പോൾ ബി ജോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഫാർ എൻഡ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. എ സപ്പോർട്ട് നമുക്ക് എന്താ ഉള്ളത്, ഫിക്സഡ് എൻഡ് ആണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ 4E divided by L അപ്ലൈ ചെയ്യും. ഇനി ജോയിൻ്റ് ബി എടുക്കുമ്പോൾ സപ്പോർട്ട് സി നോക്കിക്കേ, സപ്പോർട്ട് സി എന്ന് പറയുന്നത് ഒരു ഹിഞ്ചഡ് സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിഫ്നെസ് എടുക്കുന്നത് 3E divided by L എന്ന ഇക്വേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് 2 ടൈപ്പ് ഇക്വേഷൻ ഉള്ളത്, 4E divided by L ഉം 3E divided by L ഉം. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. നമ്മൾ DF എന്നൊക്കെയാണ് പ്രോബ്ലത്തിൽ എഴുതുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ when a moment is applied to a rigid joint where a number of members are meeting, the applied moment is shared by the members. So ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ 4 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ 4 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ OA എന്നൊരു മെമ്പർ, OB, OC ആൻഡ് OD, 4 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ M എന്ന് പറഞ്ഞൊരു മൊമെൻറ്റ് അപ്ലൈ ചെയ്തു, മൊമെൻറ്റ് M. അപ്പോൾ എന്ത് ചെയ്യും, ഈ M എന്ന് പറഞ്ഞ മൊമെൻറ്റ് 4 മെമ്പേഴ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്
പോകും. അതാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ നെക്സ്റ്റ് ഡെഫിനിഷൻ അത് പറയുന്നത് ദ റേഷ്യോ ഓഫ് മൊമെൻറ്റ് ഷെയർഡ് ബൈ എ മെമ്പർ ടു ദ അപ്ലൈഡ് മൊമെൻറ്റ് അറ്റ് ദ ജോയിൻറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇഫ് MOA is the moment shared by member OA when a moment M is applied at joint O, then the distribution factor എന്ന് പറയുമ്പോൾ distribution factor MOA divided by M. MOA എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ OA എന്ന് പറഞ്ഞ മെമ്പറിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻ്റ് ആണ് MOA. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ MOA ഡിവൈഡഡ് ബൈ M എന്ന് എഴുതാം, അല്ലെങ്കിൽ KOA ഡിവൈഡഡ് ബൈ സിഗ്മ K. അപ്പോൾ K എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്, സിഗ്മ K എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതേ കണക്ക് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിൽ പാർട്ട് എയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ്. അപ്പോൾ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ലെക്ചേഴ്സിൽ പഠിക്കാം. താങ്ക് യു.